നമസ്കാരം. ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആശാ ബാബു, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അതേ തുടർന്നുണ്ടാകുന്ന ലഹരി അടിമത്തത്തിൻ്റെ ഒരു വ്യാപ്തിയും ലഹരി വിമോചന ചികിത്സയും അതേക്കുറിച്ചുണ്ടാകുന്ന ആശങ്കകളും ഏറെയാണ്. ഇതിനുള്ള ഉത്തരങ്ങൾക്കായി നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് ഡോക്ടർ S.T. സിംഗ്, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്, ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. അദ്ദേഹത്തിന് 50-ലേറെ വർഷമായി ലഹരി മോചന ചികിത്സയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലുള്ള പ്രാവീണ്യമുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗമുള്ള ഒരു വ്യക്തി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അല്ലെങ്കിൽ ലഹരി മോചന ചികിത്സ തേടേണ്ട ആവശ്യമുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമുക്കത് ആരെയാണ് ഇതിനെ ഗൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എങ്ങനെയാണത്? ഈ ആളിന് ചികിത്സ വേണമെന്ന് തോന്നുന്നില്ല, മറ്റാർക്കെങ്കിലും തോന്നുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ അയാളുടെ ബന്ധുക്കൾക്കോ അയാളുടെ വെൽവിഷേഴ്സിനോ ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യം അവർക്കാണ്, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനെയാണ് ഞങ്ങൾ സാധാരണ ഒരു കൗൺസിലിങ്ങിന് എടുക്കുന്നത്. വാട്ട് എക്സാക്ട്ലി ഈസ് അഡിക്ഷൻ, അത് നമുക്ക് എങ്ങനെയാണ് റിക്കവർ ചെയ്യാൻ പറ്റുക, അതൊക്കെ ആദ്യം കൗൺസിലിംഗ് ഫോർ ദ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ആളിനെ മോട്ടിവേറ്റ് ചെയ്യണം. നിങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അമിതമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ പല പ്രശ്നങ്ങളും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ പല പ്രശ്നങ്ങളുണ്ടെന്ന് അവർക്ക് വീട്ടിൽ വെച്ചോ സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചോ ഒക്കെ അവരുടെ ഈ ലഹരി ഉപയോഗിക്കുന്ന ബന്ധുവുമായിട്ട്, ഭർത്താവാണെങ്കിൽ ഭാര്യയാണെങ്കിൽ അവർക്ക് സംസാരിക്കാം. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാനുള്ള. മോട്ടിവേഷൻ ഇല്ലാത്ത ആളുകളെ ബലമായിട്ട് കൊണ്ടുവന്നാൽ ചികിത്സ പലപ്പോഴും ഫലപ്രദമാവില്ല. പിന്നെ ഇതിന് മറ്റൊരു വഴിയുണ്ട്, അതൊരു വളഞ്ഞ വഴിയാണ്. ഈ ബന്ധു പലപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും, ഡോക്ടർമാരായ നമ്മളും പലപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ താൻ പീഡിയാട്രീഷ്യനാണ്, കാഷ്വലായിട്ട് കുട്ടിയെയും കൊണ്ടുവന്ന പിതാവിനോട് താൻ പറയുകയാണ് ഇത് ശരിയല്ല സാറേ നിർത്തണമെന്ന് പറഞ്ഞാൽ ഹി മേ നോട്ട് ലിസൺ ടു യു ഓർ ടു മീ ഓർ ടു റിലേറ്റീവ്സ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ കോംപ്ലിക്കേഷൻ, ലീഗൽ കോംപ്ലിക്കേഷൻ, ഫിനാൻഷ്യൽ കോംപ്ലിക്കേഷൻ, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. സപ്പോസ് ഇഫ് ഹി മീറ്റ്സ് വിത്ത് എ റോഡ് ആക്സിഡൻറ്റ്, ഹി വിൽ ബി കമ്പൽഡ് ടു റീച്ച് ദ ഹോസ്പിറ്റൽ. അതെ, അപ്പോൾ വിഡ്രോവൽ സിംറ്റംസ് വരും. അപ്പോൾ എല്ലാ സ്പെഷ്യലിസ്റ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടാകും. ആ ഫിസിക്കൽ ഇൽനെസ് എന്നുള്ള റിക്കവറി ടൈം ആയിരിക്കും. അപ്പോൾ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ മോട്ടിവേഷൻ എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ടൂൾസ് ഉണ്ട്. ആ മോട്ടിവേഷൻ ശരിയായിട്ട് ബിൽഡ് ചെയ്തതിന് ശേഷമുള്ള അടുത്ത സ്റ്റേജ് ഡീടോക്സിഫിക്കേഷനാണ്. സ്വയം ഇത് തിരിച്ചറിഞ്ഞ് വരുന്ന ആളുകളുണ്ടോ? ധാരാളമുണ്ട് ഇപ്പോൾ. അതായത് അവർ സെൻസ് ചെയ്യും, ജോലി സ്ഥലത്ത്, പബ്ലിക് പ്ലേസിൽ, ആരോഗ്യത്തിന്, അങ്ങനെ പലയിടത്ത് പല പല പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവരെത്തുന്നവരുണ്ട്. ഇതിലാരാണ് കൂടുതൽ ബെറ്റർ ഔട്ട്കംസ് ബെറ്റർ സാറിന് എങ്ങനെയാണ് തോന്നുന്നത്? ഇതിൻ്റെ ചികിത്സയുടെ ഒരു നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നവരാണ്. ഇതിൽ ഒരു സബ് ഡിവിഷൻ ഉണ്ടാവും. ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ആവശ്യമാണ്, പക്ഷേ ഒരിക്കൽ ഞാനിത് നിർത്തി കൺട്രോളിലായി കഴിഞ്ഞാൽ ഐ ക്യാൻ ബി എ കൺട്രോൾഡ് യൂസർ ഓഫ് ദ ഡ്രഗ് ഓർ ആൽക്കഹോൾ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അവരുടെ ഒരു കൺട്രോൾഡ് യൂസിലേക്ക് പോയാൽ എന്താണെന്ന് ഉള്ള ഒരു ചിന്തയുള്ള കുറച്ച് പേരുണ്ട്. അവരൊരു കംപ്ലീറ്റ് നിർത്താനെന്നവർ പറയുമെങ്കിലും ക്രമേണ അവരുടെ ചിന്ത ഇതിലേക്ക് പോകും. അവിടെയാണ് നമ്മുടെ ഇതിൻ്റെ ന്യൂറോ ബയോളജിയുടെ പ്രാധാന്യം വരുന്നത്. അതായത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം അവരുടെ ബിഹേവിയറിൽ, അവരുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ചിന്തയിലെല്ലാം തകരാറുകൾ വരും. ആ ഭാഗം എത്രത്തോളം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ആൻഡ് ഡിപ്രഷൻ, ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സെക്കൻഡറി ടു സ്കിസോഫ്രീനിയ, അങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് ഇതിൽ. ആ പ്രൈമറി കണ്ടീഷനും അല്ലെങ്കിൽ സെക്കൻഡറി കണ്ടീഷനും നമ്മൾ ഇതിനോടൊപ്പം ട്രീറ്റ്മെൻറ്റിന് എടുക്കേണ്ടി വരും. നമ്മൾ ട്രീറ്റ് ചെയ്ത്
അതിൻ്റെ കൂടെയുള്ള സൈക്കാട്രിക് ഇഷ്യൂസും കൂടെ. അതെ, സൈക്കാട്രിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാണണമെന്നില്ല. അത് അങ്ങനെ ഒരു അസോസിയേഷൻ കണ്ടിട്ടുണ്ടോ? അതായത് ഡിപ്രഷൻ, ഈ പ്യുവർ അഡിക്ഷൻ എന്ന് പറഞ്ഞ ഒരു കേസ് വളരെ ചുരുക്കമാണ്. ഒന്നുകിൽ അവർക്ക് സൈക്കാട്രി കോമോർബിഡിറ്റി എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് കാണും, അല്ലെങ്കിൽ എക്കണോമിക്കൽ ഇഷ്യൂസ് കാണും. അത് ബിഹൈൻഡ് ദ കർട്ടൻ എന്തെങ്കിലും ഒരു ബാലൻസ് തെറ്റുന്ന ഒരു സ്ഥലം കാണും. ഇതൊന്നുമല്ലാതെ ഇപ്പോഴത്തെ പുതിയ ഒരു ട്രെൻഡ്, ദിസ് ഈസ് ഫോർ എൻ്റർടൈൻമെൻറ്റ്, സ്റ്റാർട്ട് ഇറ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. അതിൻ്റെ ഒരു ഡിക്റ്റം എന്ന് നമുക്ക് പറയാവുന്നത്, ലഹരി വസ്തുക്കളോട് ആ ലഹരിയോട് താല്പര്യമുള്ളത് കൊണ്ടാണ് അവർ ആ ലഹരി വസ്തു ഉപയോഗിക്കുന്നത്. അവർ അങ്ങനെയുള്ള ആളുകൾക്ക് ദേ ലൈക്ക് ദ ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റ്. ഒരു ക്ലീൻ ബ്രെയിൻ, ക്ലീൻ തിങ്കിങ് അല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർക്കൊരു ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റ്, അവർ ചെറിയ ഒരു ഉന്മാദാവസ്ഥ, അവർ ദേ ലൈക്ക് ഇറ്റ്, അവർ ദേ വിൽ കണ്ടിന്യൂ. ഇതിന് നമ്മൾ ചികിത്സ തേടുമ്പോൾ ഒരു ഡൗട്ട്, കോമൺ ആയിട്ട് വരുന്ന ഒരു സംശയം, ഇതിന് മോട്ടിവേറ്റ് ചെയ്താൽ മതിയോ? നമ്മൾ കൂടുതലും മോട്ടിവേഷണൽ അല്ലെ കൗൺസിലിംഗ് ഇതാണോ വേണ്ടത്, അതോ അതിൽ മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ അതിൻ്റെ കൂടെ ബാക്കി ചികിത്സാ രീതികളും ഉണ്ടോ? ഉണ്ട്. ദിസ് ഈസ് എ കോമ്പിനേഷൻ. ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ കമ്പൈൻ ചെയ്യാനുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ അംശം മുഴുവനും പുറത്തു പോകാനായിട്ട് IV ഫ്ലൂയിഡ്സ്, മരുന്നുകൾ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മെരിറ്റൽ ഡിസ്ഹാർമണി ഉണ്ടെങ്കിലോ, അതിൻ്റെ കൂട്ടത്തിൽ ലീഗൽ ഇഷ്യൂ ഉണ്ടെങ്കിലോ, അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു മൂഡ് ഡിസോർഡർ, ഒരു ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ടെങ്കിലോ, അപ്പോൾ ഇത് എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 80 to 90% ആളുകളിലും കോമോർബിഡിറ്റി ആയിട്ട് ഐദർ എ ഇൽനെസ് ഓർ സം അതർ നോൺ മെഡിക്കൽ മാറ്റേഴ്സ് കാണും. അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ റിലാപ്സ് റേറ്റ് വിൽ ബി ഹൈ. ഓക്കെ സർ. അപ്പം ഇങ്ങനെ നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നമ്മളൊരു OP ആയിട്ടാണോ ഇത് മാനേജ് ചെയ്യുന്നത്, അതോ ഹോസ്പിറ്റലൈസേഷൻ റിക്വയർഡ് ആണോ? ഇതിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഒരു ഹോസ്പിറ്റലൈസേഷനാണ് എപ്പോഴും അഡ്വൈസബിൾ. ആ ഹോസ്പിറ്റലൈസേഷൻ പീരീഡിൽ നമുക്ക് ഈ ആളുമായിട്ടൊരു പ്രൊഫഷണൽ ഇൻറ്റിമസി ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതൊന്ന് ഡീറ്റോക്സിഫിക്കേഷൻ ഇല്ലെങ്കിൽ വിഡ്രോയൽ റിയാക്ഷൻസ് പലർക്കും അവർക്ക് ഡൊമസ്റ്റിക് ലെവലിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. സോ ഐ ഓൾവേസ് പ്രിഫർ എ ഹോസ്പിറ്റലൈസേഷൻ. പക്ഷേ ചുരുക്കം ചിലർ അവർക്ക് പല കാരണങ്ങളുണ്ട് ഹോസ്പിറ്റലൈസേഷൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഐ ടേക്ക് അപ്പ് റെയർ കേസസ് ഫോർ ഔട്ട് പേഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ once in 3 days, once in 4 days കം ടു ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ നോക്കാം, പക്ഷേ അത് സക്സസ് റേറ്റ് വളരെ കുറവായിരിക്കും. ഏകദേശം അങ്ങനെ ഒരു ഹോസ്പിറ്റലൈസേഷനോ ട്രീറ്റ്മെൻറ്റോ വേണ്ടി വന്നാൽ അതിന് ഇനീഷ്യൽ സ്റ്റേജാണ് ഞാൻ പറയുന്നത്, അതിന് ഏകദേശം എത്ര ഡ്യൂറേഷൻ വേണ്ടി വരും? ഇറ്റ് അഗൈൻ ഡിപ്പെൻഡ്സ്. ഒരു മിനിമം 1 week to 1 month. കാര്യം ഞാൻ നോക്കുന്ന എൻ്റെ പോളിസി അനുസരിച്ചാണ് വിഡ്രോയൽ റിയാക്ഷൻസ് ഒന്നുമില്ല എങ്കിൽ, ബോത്ത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വിഡ്രോയൽ റിയാക്ഷൻസ് ഒന്നുമില്ല, ഐ പ്രിഫർ എ ഏർലി ഡിസ്ചാർജ്, ആശുപത്രിയിൽ നിന്ന് വിടും. പിന്നെയാണ് ബാക്കിയുള്ള ഫാർമക്കോതെറാപ്പി, സൈക്കോതെറാപ്പി, ഗ്രൂപ്പ് കൗൺസിലിങ്, കപ്പിൾ കൗൺസിലിങ്, അങ്ങനെ ഓരോരുത്തർക്കും വേണ്ട റിക്വയർമെൻ്റ് അനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. സർട്ടൻ പീപ്പിൾ വിൽ പ്രിഫർ എ ഇൻഡിവിജ്വൽ സെഷൻ, സർട്ടൻ പീപ്പിൾ മേ പ്രിഫർ എ കപ്പിൾ സെഷൻ. ചിലർക്ക് ഇതൊന്നും ആയിരിക്കില്ല, അവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ലിറ്റിൽ ഔട്ട് ഓഫ് ദ വേ എനിക്ക് ബാങ്ക് മാനേജേഴ്സുമായിട്ട് വരെ സംസാരിക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു നോട്ട് ആസ് എ ഡോക്ടർ, പക്ഷെ അതിൻ്റെ ഒരു വെൽവിഷർ എന്നുള്ള റോള് ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനോട് ഒരു ആൾക്കാർക്കുണ്ടാക്കുന്ന ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമൺ ഫിയറാണ് സൈഡ് ഇഫക്ട്സ്. ഒന്ന്, ഇതിന് ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ടോ, ഇത് നമ്മളെ സൈക്കോട്ടിക് ഇങ്ങനെ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു തോട്ട്. 2, ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫിയർ. അവരുടെ അത്ര കാലത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു പാർട്ടായി ഇത് മാറിയിട്ടുണ്ടാകും. അപ്പം ആ ഐഡൻറ്റിറ്റി ലൂസ് ചെയ്യുമ്പോൾ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ മാറുന്നു. അപ്പോൾ ഈ ഫിയേഴ്സും ആങ്സൈറ്റിയും എങ്ങനെയാണ്? ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ ലഹരി സാധനം ഉപയോഗിക്കുന്ന ആളിനെ കുറിച്ച് അയാൾ ജോലി ചെയ്യുന്ന ഓഫീസിലും
അയാൾ പ്രവർത്തിക്കുന്ന മേഖലയിലും അയാളുടെ വീട്ടിലും നാട്ടിലും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ചികിത്സകൻ എന്നുള്ള നിലയിൽ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് അങ്ങോട്ട്, നിങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഇഫക്റ്റും സൈഡ് ഇഫക്റ്റും അതിൻ്റെ 100-1 പോലും ഇല്ല ട്രീറ്റ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റും സൈഡ് ഇഫക്റ്റും. ഇതിലേത് വേണം? നിങ്ങൾക്ക് ലഹരി വസ്തുക്കൾ മദ്യപിച്ചുള്ള സൈഡ് ഇഫക്റ്റാണോ വേണ്ടത്, അതോ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റാണോ? മദ്യപാനം കൊണ്ടുള്ള സൈഡ് ഇഫക്റ്റ് ആണെങ്കിൽ 100%, മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആണെങ്കിൽ 5%. അപ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് ഉദാഹരണമൊക്കെ ആയിട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറയില്ല, അത് വേറെ പ്രോബ്ലം, ആളുകൾ അങ്ങനെ പറഞ്ഞു. അതായത് അവരുടെ ഇടയിൽ അവർക്ക് ദേ വിൽ ഹാവ് ദെയർ ഗ്രൂപ്പ്സ്. ഡ്രഗും ആൽക്കഹോളും ഒക്കെ ഉപയോഗിക്കുന്നവർ പലരും ഒറ്റയ്ക്കല്ല, അവർക്കൊരു പിയർ ഗ്രൂപ്പ് എപ്പോഴും കാണും. അതിലുള്ള കോൺവെർസേഷനിൽ വരുന്നതാണ് അത്. ഇറ്റ് ഈസ് എല്ലാവർക്കും ഉണ്ടാവും, അത് നമ്മൾ കൺവിൻസ് ചെയ്യണം. പക്ഷെ അതിൽ വരുന്ന പ്രോബ്ലം അതല്ല. പല ആളുകളും പ്രതീക്ഷിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിക്കവറി പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിക്കവറി ചെയ്തു എന്നാണ്. ഇല്ല. അവരുടെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആശ ഡോക്ടർ ആയതുകൊണ്ടറിയാം, ഹെപ്പാറ്റിക് ഡാമേജ് വിൽ ബി സിവിയർ. ലിവറിന് നല്ല ഡാമേജ് കാണും. അവർക്കിതിൻ്റെ കൂട്ടത്തിൽ കൺകറൻ്റായിട്ടൊരു ഡിസ്ലൈപ്പിഡീമിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹൈപ്പർ ടെൻഷനും ഉണ്ട്, ഡയബറ്റിക്കും ആണെങ്കിൽ പോസിബിലിറ്റി ഓഫ് എ സ്ട്രോക്ക് ഈസ് ദെയർ. അപ്പോൾ അവരിന്ന് ട്രീറ്റ്മെൻറ്റിന് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഡി അഡിക്ഷൻ പ്രോഗ്രാം ആ ഒരു പാർട്ട് കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു സ്ട്രോക്ക് വരികയാണെങ്കിലോ, ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു ദിസ് ട്രീറ്റ്മെൻറ്റ്. അയാൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന പെത്തോളജി പലതും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ കൗൺസിലിങ്ങിൽ കവർ ചെയ്തെടുക്കേണ്ടി വരും. അയാളുടെ ഫിസിക്കൽ സ്റ്റേറ്റും അസസ് ചെയ്യണം, അയാൾക്കുണ്ടായേക്കാവുന്ന കോംപ്ലിക്കേഷൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കി പോകുന്ന ആളുകളിൽ എത്ര ശതമാനം പേർക്ക് ഇതൊരു റിലാപ്സ് കാണാറുണ്ട്? എൻ്റെ കഴിഞ്ഞ എക്സ്പീരിയൻസ് എന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഇഫ് ദ മോട്ടിവേഷൻ ഈസ് അഡിക്വേറ്റ്, മോട്ടിവേഷൻ ഒരു 90% 95% മോട്ടിവേറ്റഡ് ആണെങ്കിൽ സക്സസ് 100% ആണ്. മോട്ടിവേഷൻ കുറയുന്നതനുസരിച്ച് സക്സസ് റേറ്റ് കുറയും. എങ്കിലും ഒരു ആവറേജ് 50 to 60% സക്സസ് റേറ്റ് കാണാറുണ്ട്. ഇതിന് ഞാൻ സമാന്തരമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഐ കീപ്പ് ഓൺ അസസിങ് ദെയർ മോട്ടിവേഷൻ വെരി ഫ്രീക്വൻ്റ്ലി. മോട്ടിവേഷൻ ഈസ് ഓൾസോ എ വെരി ഫ്ലക്ച്വേറ്റിംഗ് ഫാക്ടർ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇന്ന് വരുന്ന ഒരാളിന് അയാൾക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസോട് കൂടിയാണ് അയാൾ വരുന്നത്. ഇന്ന് അയാളുടെ മോട്ടിവേഷൻ 95%ഓ 100%ഓ ആയിരിക്കും. 6 മാസം കഴിയുമ്പോൾ അയാളുടെ മോട്ടിവേഷൻ ഒന്ന് കുറയും. അപ്പോൾ അയാൾ വല്ലപ്പോഴും ഒരു ബിയർ കഴിക്കാമോ സാറേ, വല്ലപ്പോഴും ഒരു കഞ്ചാവിൻ്റെ ഒരു പുകയൊക്കെ എടുത്താൽ കുഴപ്പമുണ്ടോ എന്ന് 6 മാസം കഴിയുമ്പോൾ അയാൾ ചോദിക്കും. അപ്പോൾ അയാളുടെ മോട്ടിവേഷൻ ലെവൽ കുറഞ്ഞിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ നമ്മൾ ഈ കൗൺസിലിംഗ് തെറപ്പി പ്രോഗ്രാംസിലെല്ലാത്തിലും ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ മോഡിഫിക്കേഷൻ, അയാളുടെ കൊഗ്നീഷൻ, അയാൾ ചിന്തിക്കുന്ന രീതികൾ എപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. എങ്കിൽ റിലാപ്സ് റേറ്റ് വിൽ ബി ലെസ്, സക്സസ് റേറ്റ് വിൽ ബി മോർ. സാർ, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പേഷ്യൻസിന് വേണ്ടി എന്തൊക്കെ മെഷേഴ്സാണ് എടുക്കുന്നത്? ഇത് റിലാപ്സ് ചെയ്യാതിരിക്കാനോ, മോട്ടിവേറ്റ് ചെയ്യാനോ? ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു ഫോളോ അപ്പ് എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ്? ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 45 വർഷമായിട്ട് ഐ ഹാവ് മൈ റെഗുലർ ഗ്രൂപ്പ് കൗൺസിലിംഗ് സെഷൻ ഫോർ ദീസ് പീപ്പിൾ വിത്ത് ദെയർ ഫാമിലി മെമ്പേഴ്സ്. അതൊരു മേജർ കഴിഞ്ഞ ആളുകളുടെ ദേ ആർ അബ്സല്യൂട്ട്ലി നോർമൽ. അവർ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല, സാധാരണഗതിയിൽ ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാം നോർമലാണ്. ബട്ട് എവറി സൺഡേസ് ദേ അസംബിൾ ഇൻ ദ ഹോസ്പിറ്റൽ. അത് എന്നെ കാണാനല്ല അവർ വരുന്ന, അവർക്ക് തമ്മിൽ കാണാനാണ്. ഐ മേ ബി ദെയർ, ഐ മേ നോട്ട് ബി ദെയർ. പക്ഷെ അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ അത് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 10 to 20% കപ്പിൾ കൗൺസിലിംഗ് നിർബന്ധമായിട്ടുള്ളവരുണ്ട്. അവർക്ക് ഈ അഡിക്ഷൻ കൊണ്ടുള്ള പ്രോബ്ലംസിനേക്കാൾ കൂടുതൽ അവരുടെ മെരിറ്റൽ ലൈഫിൽ പല ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അത് ഫിസിക്കൽ ഇഷ്യൂസ്, സെക്ഷുവൽ ഇഷ്യൂസ്, മറ്റ് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം വരും. അപ്പോൾ അവർക്ക് ദേ ഡോണ്ട് വാണ്ട് ടു ഷെയർ ഇറ്റ് വിത്ത് അതർ പീപ്പിൾ. അവർ ദേ വുഡ് പ്രിഫർ ടു ഷെയർ ഇറ്റ് വിത്ത് മീ. അതിന് കപ്പിൾ കൗൺസിലിങ്ങിന് വരുന്ന ഒരു 20%
ആളുകൾ കാണും. പക്ഷേ മെജോറിറ്റി പ്രിഫേഴ്സ് ടു ബി ഇൻ ദ ഗ്രൂപ്പ് കൗൺസിലിംഗ് പ്രോഗ്രാം. അത് വളരെ ഇഫക്റ്റീവായിട്ട് ഞാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ ആശയം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഡി അഡിക്ഷൻ പ്രോഗ്രാമിലുള്ള നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാനുള്ള മോട്ടിവേഷൻ്റെ കൂടെയുള്ള 2 വാക്കുകൾ, ദേ മസ്റ്റ് ബി ഹോണസ്റ്റ്, ദേ മസ്റ്റ് ബി ഓപ്പൺ. ഈ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്, ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, എനിക്കിത് നിർത്തണം എന്നുണ്ടെങ്കിൽ ഇതിലേക്കൊക്കെ വന്നാൽ പ്രയോജനമുള്ളൂ. ഒരുപാട് പേര് എത്തുന്നത് when they are surrounded with multiple problems, physical, legal, financial, job, എല്ലായിടത്തും പ്രോബ്ലം ആകുമ്പോൾ അവർ വരും, പണ്ടാരി ഇതൊന്നും നിർത്തിക്കളയാം എന്ന് വിചാരിച്ച് ആശുപത്രി വരും, ഡോക്ടറോട് പറയും, എല്ലാം ഒക്കെ കഴിഞ്ഞ് അവരുടെ ആ പ്രോബ്ലംസ് എല്ലാം മാറിക്കഴിയുമ്പോൾ ദ പോസിബിലിറ്റി ഓഫ് റിലാപ്സ് ഈസ് ഹൈ. അപ്പോൾ അതാണ് നമ്മുടെ മോട്ടിവേഷൻ ലെവല് സൂക്ഷിച്ച് വയ്ക്കണം എപ്പോഴും. സർ, നമുക്കിവിടെ ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു ഇവിടെ നമുക്കുണ്ട്, പക്ഷെ അതൊരു എല്ലാ ഡേയ്സും ഇത് സാറിന് റൊട്ടീൻ ഒ പി ഡിയുടെ കൂടെ തന്നെയാണോ? റൊട്ടീൻ ഒ പി ഡിയുടെ കൂടെ തന്നെയാണ് എടുക്കുന്നത്. എങ്കിലും ഈ അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളെ സൺഡേസ് ഐ എസ്പെഷ്യലി ഡിസൈൻ ഫോർ എ സൺഡേ ക്ലിനിക് ദാറ്റ് ഈസ് മെൻ ഫോർ ദ ഡി അഡിക്ഷൻ പ്രോഗ്രാം. സൺഡേ എൻറ്റയർലി അത് തന്നെയാണ്. മോർണിംഗ് അവേഴ്സ് അവർക്കായിട്ടുള്ള ഇൻഡിവിജ്വൽ കൗൺസിലിങ്, കപ്പിൾ കൗൺസിലിങ്, ആൻഡ് ആഫ്റ്റർനൂൺ അവരുടെ ഗ്രൂപ്പ് കൗൺസിലിങ്ങും ആയിരിക്കും. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ അവരെ സെപ്പറേറ്റ് യൂണിറ്റ് ആണോ? ഈ റിയാക്ഷനുകളൊക്കെ ഇല്ല, ഹോസ്പിറ്റലിലാകുമ്പോൾ ദേ ആർ വൺ അമംഗ് ദ അതർ പേഷ്യൻസ്. ഇവിടെ അങ്ങനെ ഡി അഡിക്ഷന് പ്രത്യേക ഒരു വാർഡായിട്ട് അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ടില്ല. അത്തരം സെഗ്രിഗേഷൻസ് കൊണ്ട് സ്റ്റിഗ്മ ഉണ്ടാകും. ഇത് നമ്മളൊരു നോർമൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞു പോകുന്നതുപോലെ തന്നെ. പിന്നെ അതിലൊരു 5% ആളുകൾ വയലൻ്റ് ആകുന്നവരുണ്ട് ഡ്യൂറിങ് ദ വിഡ്രോവൽ റിയാക്ഷൻസ്. ആ വയലൻ്റ് ആകുന്നവരെ നമ്മുടെ ഫാർമക്കോതെറാപ്പി കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ക്ലോസ് ഡോർ ട്രീറ്റ്മെൻ്റ് ഉള്ള ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, അങ്ങോട്ട് മാറ്റേണ്ടി വരും. ബാക്കി സ്പെഷ്യാലിറ്റീസും ഇതിനകത്ത് ഇൻവോൾവ്, എല്ലാ സ്പെഷ്യാലിറ്റീസും ഇതിൽ ഇൻവോൾവ് ആകും, ഇൻക്ലൂഡിങ് പീഡിയാട്രിക്സ്. കുട്ടികളെ ഞാൻ കാണാറുണ്ട്. ഞാൻ കോൾ ദെയർ ചിൽഡ്രൻ ഓൾസോ. എപ്പോഴെങ്കിലും അവരുടെ ഫാമിലി എല്ലാവരെയും കൂടെ ഞാൻ ഒന്ന് കാണും. അപ്പോൾ കുട്ടികൾക്കും ബോധമുണ്ട്. ചെറിയ കുട്ടിയാണെങ്കിലും അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, അച്ഛൻ ട്രീറ്റ്മെൻറ്റ് അവിടെ പോകുന്നില്ലേ, ഡോക്ടറെ കണ്ടോ, ഡോക്ടർ അങ്കിൾ എനിക്ക് ചോക്ലേറ്റ് തന്നു. അതായത് ഒരു ഫാമിലി റിലേഷൻ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. അവരുടെയൊക്കെ വീടുകളിൽ എന്ത് സോഷ്യൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിലും സാധാരണ എന്നെ അവർ വിളിക്കും, ഞാൻ പോകാറുമുണ്ട് അതിന്. അപ്പോൾ ഇതിൽ ഈ നോൺ തെറപ്യൂട്ടിക് റിലേഷൻസ് ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് അപ് ടു ദ തെറപ്പിസ്റ്റ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഒരു തെറപ്യൂട്ടിക് ഇഫക്റ്റ് അതിനുണ്ടാക്കിയെടുക്കണം. അതായത് ഇതിലൊരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷനിൽ ഒരു ഹെൽത്തി ഇൻറ്റിമേറ്റ് പ്രൊഫഷണൽ റിലേഷനായിട്ട് മാറ്റിയെടുക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വളരെ നമ്മൾ കോഷ്യസും കെയർഫുള്ളും ആയിരിക്കണം. കാരണം ഇതിൽ സൈക്കോപാത്സ് കാണും, ക്രിമിനൽസ് കാണും, പല തരക്കാർ കാണും. അപ്പോൾ നമ്മുടെ സ്ക്രീനിങ്ങിൽ അതെല്ലാം നമ്മൾ നോക്കി അതൊക്കെ ഡീമാർക്കേറ്റ് ചെയ്യണം. സാർ, എനിക്കൊരു ചോദ്യമുള്ളത്, ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഉള്ള സമയത്ത് പലപ്പോഴും പേരൻസ് ഒരാൾ നല്ല നിലയിലാണോ എന്ന് ഒരു സെൽഫ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടൈമാണ് കല്യാണം ആലോചിക്കുന്ന, നന്നാവാനായിട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ഡി അഡിക്ഷൻ പ്രോഗ്രാമുകളിലേക്ക് വരുന്ന ആളുകളുണ്ടോ? അതൊരു ഡി അഡിക്ഷൻ പ്രോഗ്രാമിലേക്കല്ല, അവരുടെ ഒരു ഇൻക്വിസിറ്റീവ് ക്വസ്റ്റ്യൻ, ഒരു ആകാംക്ഷ നിറഞ്ഞ ഒരു ചോദ്യവുമായിട്ട് ചിലരെത്താറുണ്ട്. പെൺകുട്ടിയുടെ പേരൻസ് ചിലപ്പോൾ വന്ന് ചോദിക്കും, അയാൾ ഇടയ്ക്കൊക്കെ കുറച്ച് മദ്യപിക്കുമെന്നൊക്കെ പറഞ്ഞു, അത് കുഴപ്പമുള്ളതാണോ സാറേ എന്നുള്ള ചില ചോദ്യങ്ങൾ. ചിലർ ഇപ്പോൾ ഉള്ള പല കുട്ടികളും പാരൻസ് അറിഞ്ഞു കാണില്ല, അവർ തമ്മിൽ ഒരു ബോണ്ടേജ് ആയതിനു ശേഷം ഈ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഒരുമിച്ച് എൻ്റെ അടുത്ത് വന്ന് ഒരു പ്രീമെരിറ്റൽ കൗൺസിലിംഗ് എന്നുള്ള രീതിയിലായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അവരുടെ എല്ലാ ഭാഗങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇത് കെമിക്കൽ അബ്യൂസ്, പുകവലിക്കുന്നുണ്ടോ, മദ്യപാനമുണ്ടോ, കഞ്ചാവ്, മറ്റു രാസലഹരികൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ലീഡിങ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയും തുടർന്ന് അവരുടെ ഉത്തരം കിട്ടുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാറുള്ള ഗൈഡൻസ് ഇതേ ഉള്ളൂ. ഏത് തരത്തിലുള്ള പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ ആണെങ്കിലും
ആ പ്ലഷർ സീക്കിങ്ങിനോട് അടിസ്ഥാനപരമായിട്ട് മനുഷ്യർക്ക് താല്പര്യമുണ്ട്. ദേ ആർ ലൈക്ലി ടു കണ്ടിന്യൂ ഇറ്റ് ആൻഡ് 20% to 30% people may become addicted to it. Whatever is the pleasure seeking behavior, that includes alcohol, drug, everything. അപ്പം അവർ സക്സസ്ഫുള്ളി മാരീഡ് ലൈഫുമായിട്ട് മുന്നോട്ട് പോകാം. അവർ മാരി ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, ഇത് ഓർത്തിരിക്കണം. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആശയം കൊടുത്തിട്ടുണ്ട്, ദിസ് ക്യാൻ ഗോ ഇൻ ടു ആൻ അഡിക്ഷൻ, വൈ നോട്ട് വി പ്രിവെൻറ്റ് ഇറ്റ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. സർ, അതുപോലെ ഈ ആൽക്കഹോൾ അബ്യൂസിനെ കുറിച്ച്, ആൽക്കഹോളിൻ്റെ വിഡ്രോവലിനെ കുറിച്ചാണല്ലോ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. ഇതേ ചികിത്സാ രീതി തന്നെയാണോ ഈ ഡ്രഗ്സിനെ സംബന്ധിച്ചിടത്തോളം? പല ഡ്രഗ്സിൻ്റെ പല സബ്സ്റ്റൻസുകൾക്കും വിഡ്രോയൽ റിയാക്ഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഓപ്പിയം ഗ്രൂപ്പ് ആണെങ്കിൽ വിഡ്രോയൽ റിയാക്ഷൻസിൽ സിവിയർ എക്സ്ക്രൂഷിയേറ്റിംഗ് ബോഡി പെയിൻ കാണും. ആൻഡ് ദേ ബിക്കം വെരി വയലൻ്റ് ആൻഡ് വെരി അഗ്രസീവ്. ഇത് മോർഫിൻ ഗ്രൂപ്പിലുള്ളതാണെങ്കിൽ. മറിച്ച് കഞ്ചാവ് മരിഗ്വാന ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ അവർ ദേ വിൽ ബി ഹലൂസിനേറ്റിംഗ്. അവർക്ക് അധികവും വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഹലൂസിനേഷൻസ്, ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെന്നൊക്കെ ആയിരിക്കും. ആൽക്കഹോൾ ഉള്ളവർക്കാണെങ്കിൽ ദേ ബിക്കം വയലൻ്റ് ആൻഡ് അഗ്രസീവ്. അവർക്ക് കയ്യിൽ ട്രമേഴ്സ്. അപ്പോൾ ഇറ്റ് പലർക്കും പലതായിരിക്കും, പക്ഷേ എല്ലാത്തിനും വിഡ്രോവൽ റിയാക്ഷൻസും ഉണ്ടാകും. അവർക്കും ഇതേ ട്രീറ്റ്മെൻറ്റ് രീതി തന്നെയാണ്. അല്ല, അതനുസരിച്ച് നമ്മുടെ ഫാർമക്കോതെറാപ്പിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും. ഡോസേജ് ഷെഡ്യൂളിലും വ്യത്യാസങ്ങളുണ്ടാകും. അതിൻ്റെ സക്സസ് റേറ്റ്സ് എങ്ങനെയാണ് ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ മരിഗ്വാന ഗ്രൂപ്പും ഓപ്പിയം ഗ്രൂപ്പും സക്സസ് റേറ്റ് കുറവാണ്. ഇൻ മൈ എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 50%. അതിൽ ഈ ഓപ്പിയം ഗ്രൂപ്പിലുള്ള ഹീറോയിനൊക്കെ ഒരു കാലഘട്ടത്തിൽ 80%ഉം എനിക്ക് ഫെയിലിയർ ഉണ്ടായിട്ടുള്ള കാലം പോലും ഉണ്ട്. കാര്യം അതിന് സമാന്തരമായിട്ട് ലോ എൻഫോഴ്സ്മെന്റ് കൂടെ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രയോജനം ഉണ്ടാവും. വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷനായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. സാറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ സാറിന് ഈ മേഖലയിൽ.